ഇന്ത്യയിലിരുന്ന ഷെയ്ഖ് ഹസീന നൽകിയ ഒറ്റ മുന്നറിയിപ്പിൽ വിരളി പിടിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ മതമൗലികവാദികൾ. ഹസീനയ്ക്കൊപ്പം വേദി പങ്കിട്ടാൽ അവരെ ചുട്ടുകരിക്കും എന്ന ഭീഷണിയുമായി തീവ്രവാദികൾ ഇപ്പോൾ അഴിഞ്ഞാടുകയാണ്. ബംഗ്ലാദേശിൽ നടന്നത് വിദ്യാർത്ഥി സമരമല്ല, മറിച്ച് ഇസ്ലാമിസ്റ്റുകളുടെ ആസൂത്രിത അട്ടിമറിയാണെന്ന സത്യം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നു. ഡൽഹിയിൽ ഷെയ്ഖ് ഹസീന നടത്തിയ പത്രസമ്മേളനത്തിൽ വെർച്വലായി പങ്കെടുത്തതാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ഇതിഹാസം ഷാക്കിബ് അൽ ഹസൻ ചെയ്ത ഒരേ ഒരു തെറ്റ്. ഇതിന് വകപോക്കലായി മാഗുറയിലെ അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമി BNP ഗുണ്ടകൾ പെട്രോൾ ബോംബ് എറിയുകയും വീട് അടിച്ചു തകർക്കുകയും ചെയ്തു. മുൻ അവാമി ലീഗ് MP കൂടിയായ ഷാക്കിബിന്റെ വീടിന് നേരെയുണ്ടായ ഈ ആക്രമണം ബംഗ്ലാദേശിലെ വംശഹത്യ അജണ്ടയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഡിസംബറിൽ താൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തുമെന്ന് ഡൽഹിയിലിരുന്ന് ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചതാണ് ഈ തീവ്രവാദികളെ ശരിക്കും ഭയപ്പെടുത്തിയത്. അറസ്റ്റോ എന്തിന് മരണമോ നേരിടാൻ താൻ തയ്യാറാണെന്നും രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്നും ആ 78-കാരി ധീരമായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിൽ രാജ്യം വിട്ട ഹസീനയ്ക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ധാക്കയിലെ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ഈ ഭീഷണികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഹസീന തന്റെ മടങ്ങിവരവ് പ്രഖ്യാപിച്ചത്. ഈ ഒറ്റ സംഭവത്തോടെ ബംഗ്ലാദേശിലെ വ്യാജ വിദ്യാർത്ഥി സമരത്തിന്റെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത്. ഹസീനയുടെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്താൽ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് തീവ്രവാദികൾ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണ്. അവാമി ലീഗ് പ്രവർത്തകർക്കെതിരെ കൃത്യമായ വംശഹത്യയാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. ഭയം വിതച്ച് ഭരണം നടത്തുന്ന നവഫാസിസ്റ്റുകളുടെ കയ്യിൽ ബംഗ്ലാദേശ് പൂർണ്ണമായും അമർന്നിരിക്കുന്നു. സ്വന്തം രാജ്യത്തെ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിർത്തിയ ഒരു ഇതിഹാസ ക്രിക്കറ്റ് താരത്തിന്റെ വീട് പോലും കത്തിക്കുന്ന അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് അധപ്പതിച്ചിരിക്കുന്നു. നിയമവാഴ്ച പൂർണ്ണമായും തകർന്ന മതമൗലികവാദികൾ ഭരിക്കുന്ന ഒരു പരാജയപ്പെട്ട രാജ്യമായി ബംഗ്ലാദേശ് മാറിയെന്ന ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? എന്നാൽ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഷെയ്ഖ് ഹസീന നൽകിയ ധീരമായ സന്ദേശം ബംഗ്ലാദേശ് ഭരിക്കുന്ന തീവ്രവാദികളുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു എന്നത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്